1967 ശേഷം ഇസ്രായേൽ നടത്തുന്ന കുടിയൊഴിപ്പിക്കലിനെ കുറിച്ചാണ് ചിത്രം സംസാരിക്കുന്നത്. ഇസ്രായേൽ നടത്തുന്ന സകല ക്രൂരതകൾക്കും 2023 ഒക്ടോബർ ആക്രമണത്തിന്റെ കഥ പറയുന്നവർക്ക് മുന്നിലേക്ക് കുട്ടിക്കാലത്ത് പിതാവിനൊപ്പം യാത്ര പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് ബാസൽ ഉത്തരമായി വയ്ക്കുന്നത്. സ്വാതന്ത്ര്യത്തോടെ യഥേഷ്ടം സഞ്ചരിക്കാൻ കഴിയുന്നൊരു കാലം. എന്നാൽ ഇന്ന് അത്തരം യാത്രകൾക്ക് നിയന്ത്രണമുണ്ട്. വാഹനങ്ങൾക്ക് 2 നിറത്തിൽ നമ്പർ പ്ലേറ്റ്. ഇസ്രായേൽ വാഹനങ്ങൾക്ക് യഥേഷ്ടം സഞ്ചരിക്കാം. പക്ഷേ പലസ്തീനികൾക്ക് സ്വന്തം മണ്ണിൽ യാത്ര ചെയ്യാൻ കുടിയേറ്റ ഇസ്രായേൽ സേനയുടെ പെർമിറ്റ് വേണം. ജൂത സമൂഹത്തിനോ ഇസ്രായേൽ ജനതയ്ക്കോ എതിരല്ല നോ അതർ ലാൻഡ്. ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ചെയ്തികളെയും അവർക്ക് ഒത്താശ ചെയ്യുന്ന പാശ്ചാത്യ സഖ്യകക്ഷികളുടെ ഇരട്ടത്താപ്പിനെയുമാണ് നോ അതർ ലാൻഡ് തുറന്നു കാണിക്കുന്നത്. അധിനിവേശത്തിനപ്പുറം വംശീയ അതിക്രമത്തിനും ഉന്മൂലനത്തിനുമാണ് തങ്ങൾ ഇരയായിക്കൊണ്ടിരിക്കുന്നതെന്ന് അവർ ഉറക്കെ പറയുന്നു. ഓസ്കാർ പുരസ്കാര വേദിയിൽ വംശീയവെറിയെക്കുറിച്ചും ഉന്മൂലനത്തെക്കുറിച്ചുമൊക്കെ സംവിധായകരായ ബാസലും യുവാലും സംസാരിച്ചിരുന്നു. പക്ഷേ പാശ്ചാത്യ മാധ്യമങ്ങൾക്ക് അതൊന്നും വാർത്തയായില്ല. രാഷ്ട്രീയ ഉള്ളടക്കം കാരണം വിതരണക്കാർ ഒഴിവാക്കിയ നോ അതർ ലാൻഡിന് പുരസ്കാരമെന്ന് ന്യൂയോർക്ക് ടൈംസ് വാർത്ത എഴുതി. നിയമവിരുദ്ധ ഇസ്രായേലി കുടിയേറ്റത്തെ സംഘർഷ കാരണമോ തർക്ക വിഷയമായോ അവതരിപ്പിച്ചായിരുന്നു BBC വാർത്ത. ഫോറിൻ പോളിസി മാഗസിൻ പോലുള്ളവരാകട്ടെ വെസ്റ്റ് ബാങ്ക് ഒഴിപ്പിക്കലിനെതിരായ ഡോക്യുമെന്ററി എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പോഴും വംശീയ അതിക്രമമെന്നോ ഉന്മൂലനമെന്നോ പറയാതെ മാറി നിന്നു. ചിലർക്കൊക്കെ വിവാദ ഡോക്യുമെന്ററി ആയിരുന്നു നോ അതർ ലാൻഡ്.